ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. നല്ല പ്രഭാതം നേരിയ, നല്ല മഴയൊക്കെ ഉണ്ട്, അടിപൊളി മഴയുടെ സമയമാണ്. ഇപ്പൊ ഇച്ചിരി ചോർന്ന് നിൽക്കും. അപ്പൊ അങ്ങനെ തോർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്പീഡ് അങ്ങ് നടന്നു പോവാം. അപ്പൊ പപ്പ ഇന്ന് പറയുന്നത് എങ്ങനെയാന്ന് എന്തോന്ന് ചോദിച്ചാ, എങ്ങനെ നമുക്ക് കൂടുതൽ വിജയത്തിലേക്ക് പോകാം. അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ 10ഉം 9ഉമാണ്. വിദ്യാഭ്യാസത്തിൽ വളരെയേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാലഘട്ടം. വിദ്യാഭ്യാസത്തിൽ നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. കാരണം കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിലുള്ള പല കോളേജ് സ്കൂളുകൾ കേട്ടോടെ ഈ 9 A+ ഉണ്ടായിട്ട് ഒരു A ഉള്ള കുട്ടികൾ പോലും വെയിറ്റ് ചെയ്യുക. എന്തിനാ? അവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. എൻ്റെ നേഹ നടക്കത്തോലുമില്ല. ഒട്ടുമിക്ക കോളേജുകളിലും മെറിറ്റിൽ കെട്ടുന്നതിന് എന്ത് ചെയ്യണം? ഫുൾ A+ എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ പറയുന്നത്, നമ്മുടെ മോഡറേഷൻ കൊണ്ട് ജയിക്കുന്നതിന് വരെ ഇപ്പം മോഡറേഷനെ വേറൊരു രീതിയിലാക്കിയേക്കുവാ. എന്താണെന്നറിയാം, പണ്ട് ഞങ്ങൾക്ക് മോഡറേഷൻ ആയിരുന്നു. ഇപ്പൊ എന്തോ സംഭവം എന്ന് അറിയാമോ? ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് JRC, NCC, NSS, ഗൈഡ്സ്, SPC, ഇതിൽ നിന്നൂടെ ഒരു 10-40 മാർക്ക് അടിക്കും. എത്ര അടിക്കും? 25-15 മാർക്ക്. 25ഉം 15ഉം കിട്ടത്തില്ലേ? അപ്പൊ 40 മാർക്കിന് 25ഓ 15ഓ അങ്ങനെ 15 SPC അങ്ങനെ. ഓക്കെ, അത്രയും മാർക്ക് കൂടെ കിട്ടുമ്പോഴത്തേ ഇവർക്ക് എന്തായി മാറും? അപ്പൊ പണ്ടത്തെ മോഡറേഷനെ പേര് മാറ്റി ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, കുട്ടികൾക്ക് അത് ഗുണകരമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങനെയല്ല വരുന്നത്, നമുക്ക് കൃത്യമായ മാർക്ക് മേടിച്ച് വിജയിക്കണം. എങ്ങനെയാണ് ഒരാൾക്ക്, ഒരു സ്കൂൾ വിദ്യാർത്ഥിക്ക് എങ്ങനെ വിജയിക്കാം, ഒരു വ്യക്തിക്ക് എങ്ങനെ വിജയിക്കാം, ഒരു വക്കീലിന് എങ്ങനെ വിജയിക്കാം, ഗുഡ് മോർണിംഗ് അരുൺ ചെറിയാൻ പൂച്ചക്കുഴി, ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ വിജയിക്കാം, ഇപ്പൊ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കലാകാരൻ എങ്ങനെ വിജയിക്കാം. നമ്മുടെ ഒരു കലാകാരൻ പോന്നോണ്ടാ. എന്തുകൊണ്ട്? അവനെ സൈക്കിൾ കണ്ടാൽ നമ്മുടെ ലിയോണയ്ക്ക് കലി വരും. അപ്പൊ എങ്ങനെ ഒരാൾക്ക് നിലവിലുള്ളതിൽ നിന്ന് വ്യത്യസ്തനാകാൻ പറ്റും, അതാണ് പപ്പ ഇന്ന് പറയാൻ പോകുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവസാനം ചോദിക്കാം. അപ്പൊ ഞാൻ ഈ സംഭവം പറയട്ടെ. വിജയത്തിന് ഒന്നാമത്തെ പോയിന്റ് ലക്ഷ്യം. എന്താ വിജയത്തിന് കൃത്യമായി വേണ്ട പോയിന്റ് എന്താണ്? ലക്ഷ്യമുണ്ടായിരിക്കണം. നമുക്ക് യൂട്യൂബിലൂടെ ഇടുന്നോണ്ടേ ഇച്ചിരൂടെ ഇത് കറക്റ്റായിട്ട് കിട്ടണം. ഞാനിത് പൊക്കുന്നതനുസരിച്ച് നേഹ പൊങ്ങി അങ്ങ് ആകാശത്ത് പോകണ്ട. അപ്പൊ മനസ്സിലാവുന്നു? അപ്പം ഹൗ ടു ബി ഈവൻ മോർ സക്സസ്ഫുൾ എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ഒരു ലക്ഷ്യം ഉണ്ടാവണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നേഹയ്ക്ക് 10ാം ക്ലാസ്സിലെ ലക്ഷ്യം. പക്ഷെ നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് സയൻസ് ബാച്ച് എടുക്കണം. അതും പൈസ ഇല്ലാതെ നിങ്ങൾ പറയുന്ന സ്കൂളിൽ കിട്ടണം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് വേണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്ത് ആ ബെസ്റ്റ് മാർക്ക് കിട്ടാനുള്ള ആ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഐഡിയ കിട്ടിയോ? നേഹ ബുദ്ധി ഇതിനകത്ത് പ്രയോഗിക്കും. മനസ്സിലാവുന്നോ? നീ കുട ഇങ്ങനെ അങ്ങ് പോയാൽ മതി, ഞാൻ അനുസരിച്ച് നടന്നോളാം. പിന്നെ ഒരു വലിയൊരു കുന്താലി എടുത്ത് കളയ്ക്കുന്നവന്റെ ജോലി ചെയ്യണ്ട, കുട പിടിക്കുന്ന പോലെ പിടിച്ചാൽ മതി. അപ്പൊ ഇതിനകത്ത് വെള്ളം ഇതിനകത്ത് വീഴാതിരിക്കും. ആരും 100 കാര്യം ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് മാറി നിൽക്കണ്ട. ഓക്കെ, അപ്പം വിജയത്തിന്റെ ലക്ഷ്യം എന്താ? അപ്പം വിജയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പോയിന്റ് വേണം. ആ പോയിന്റ് കൃത്യമായി കാണിരിക്കണം. ആ പോയിന്റിനെ ചെറുതാക്കുന്നതാണ് നിങ്ങളുടെ 10ാം ക്ലാസ്. മനസ്സിലാവുന്നു? അൾട്ടിമേറ്റ് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിനെ ചെറുതാക്കിയതാണ് എന്താന്ന് പറയുന്നത് നിങ്ങളുടെ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ 10ാം ക്ലാസ്സിൽ നിന്ന് 12ലേക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ മാർക്ക് ഉണ്ടാവണം. അപ്പൊ അതാണ് നിങ്ങളുടെ ഒരു ചെറിയ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ നിങ്ങൾ 1 വർഷത്തെ ഗോളാണല്ലോ. മനസ്സിലാവുന്നു? മനസ്സിലായി. 1 വർഷത്തെ ഗോളാണ് എന്തെന്ന് പറയുന്നത്? 10 എന്ന് പറയുന്നത്. അപ്പൊ ഈ 10നെ ചെറുതാക്കണം. അതെങ്ങനെ? 9, 8, 7 ഒക്കെ ഇനി പോയി പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അത് കറക്റ്റ് ആയിരുന്നു. ഇനി 10ലെ കാര്യത്തെ ഞാൻ ഫസ്റ്റ് ടൈമിൽ ഇത്ര പഠിക്കണം. അവധിയായിട്ടിരിക്കുമ്പോൾ ഇത്രയും പഠിക്കണമായിരുന്നു. അത് കഴിഞ്ഞു പോയി. ഇനി അതും പറഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചെന്നോ ഞങ്ങൾ ഇല്ലിനി ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യം പറയരുത്. പറഞ്ഞിട്ടല്ലേ, ഞങ്ങൾ രണ്ടുപേരും ഈ ഫീൽഡിൽ അഗ്രഗണ്യരാണെന്ന് ആലോചിച്ചോണം. ചോദ്യം ഇങ്ങോട്ട് പടപെടാന്ന് പറഞ്ഞു ഇപ്പോൾ വരും. അപ്പോൾ ഓണം വരെ ഉള്ളത് വർക്കൗട്ട് ചെയ്യണം. ഓണം കഴിഞ്ഞ് ഡിസംബർ വരെ ഉള്ളത് വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾ നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടി ഡിസംബറിൽ പുസ്തകം തീർത്തിരിക്കണം. എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. അപ്പൊ അതാണ് ലക്ഷ്യമെന്ന് പറയുന്നത്. പഠിച്ചോ. പെട്ടെന്ന് പറഞ്ഞു തരുന്നില്ല, ഒത്തിരി പോയിന്റ്സ് എനിക്ക് പറയാനുണ്ട്. വിജയിക്കണമെന്നല്ല ഈ പറയുന്നേ, വിജയിക്കാൻ അധികമായി ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല, സാധാ വിജയമല്ല, ഇച്ചിരൂടെ വ്യത്യസ്തമായ ഒരു വിജയം. ഇതൊന്നും ആരും പറഞ്ഞു തരത്തൊന്നുമില്ല. ഇത് ഭയങ്കര പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, വലിയ സ്വപ്നം ഉണ്ടാവണമെന്ന് ഞാൻ പറഞ്ഞു. ആ സ്വപ്നത്തെ ചെറുതാക്കി. മനസ്സിലായോ?
പറഞ്ഞു തന്നല്ലോ എങ്ങനെയാന്ന്. മനസ്സിലായി. അപ്പൊ ലക്ഷ്യമായി സ്വപ്നം വലുതിനെ ചെറുതാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഓക്കെ. പക്ഷെ ഇത് ദിവസേന ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ തെറ്റിപ്പോവും. കാരണം എന്താ, വലുതിനെ നിങ്ങൾ ദിവസത്തിലും ആക്കി വെച്ചില്ലായിരുന്നോ? ആണ്. ഇന്ന് നിങ്ങൾ ഫിസിക്സിന്റെ ഏത് പഠിക്കണം, അല്ലെ കെമിസ്ട്രിയുടെ ഏത് പഠിക്കണമെന്നൊരു സംവിധാനത്തിൽ എത്തിച്ചില്ലായിരുന്നു. അതെ. അപ്പൊ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് പോയില്ലയോ? അപ്പൊ ദിവസേന വേണം. ദിവസേന ചെയ്യുന്ന സമയത്ത് വേറൊരു പോയിന്റ് എന്തുവാ, ടൈം വളരെ പ്രശ്നമായി മാറും. അപ്പൊ നിങ്ങൾ ഇന്ന സമയത്ത് പഠിക്കണമെന്ന് പറഞ്ഞാൽ പഠിച്ചല്ല പറ്റൂ. അപ്പം ഒരു പോയിന്റ്, വിജയത്തിന് ലക്ഷ്യം വേണമെന്ന് പറഞ്ഞു, ലക്ഷ്യത്തിന് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു, ഒരു സ്വപ്നം വേണമെന്ന് പറഞ്ഞു, സ്വപ്നത്തെ ചെറുതാക്കണമെന്ന് പറഞ്ഞു, പിന്നെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു, ദിവസേന പഠിക്കണമെന്ന് പറഞ്ഞു, ആ പഠിക്കുന്നതിന് ഒരു സമയം സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഞാൻ പറയുന്നു, ഏറ്റവും വലുത് പണത്തേക്കാൾ വലുതും സമയമാണ്. പഠിച്ചോ? പണത്തേക്കാൾ വലുതും സമയമാണ്. പണത്തേക്കാൾ വലുത് ഏതാ? സമയം. ഐഡിയ കിട്ടിയോ? കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്, അപ്പൊ ഈ ടൈമാണ് വലുതെന്ന് ഞാൻ പറഞ്ഞു. പണത്തിനേക്കാളും. അന്നേരം വേറൊരു പോയിന്റ്, ഒരു ക്വസ്റ്റ്യൻ വരും. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. അച്ചടക്കം. ഈ ടൈമൊക്കെ കറക്റ്റായിട്ട് ഞാൻ സെറ്റ് ചെയ്യുമെന്നൊക്കെ പറയും. പക്ഷെ എന്ത് ചെയ്യും, വാചകം അടിക്കും. ഞാനും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ കൊച്ചുകാലത്ത്. അന്നേരം ഇപ്പം ഞാൻ ആലോചിക്കും, കുട്ടിക്കാലത്ത് അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടതെന്ന്. ആ സാധനത്തിൻ്റെ പേരാണ് അച്ചടക്കം. മനസ്സിലായോ? അച്ചടക്കം വിജയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റാണ്. പഠിച്ചോ? ഡിസിപ്ലിൻ. എന്തോ ഇനി എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഡിസിപ്ലിൻ ഉണ്ടാവണം. നിങ്ങളുടെ സമയത്തെപ്പറ്റി, നിങ്ങളുടെ വിജയത്തെപ്പറ്റി, നിങ്ങളുടെ ഏത് സ്റ്റെപ്പിനെ പറ്റി പഠിക്കണമെങ്കിലും ആദ്യം എന്ത് വേണം, നിങ്ങൾക്കൊരു അച്ചടക്കം ഉണ്ടാവണം. ഐഡിയ കിട്ടിയോ? മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ അച്ചടക്കമൊക്കെ ഉണ്ടായാലും നിങ്ങൾ അങ്ങ് തോറ്റു എന്നിരിക്കട്ടെ. ജീവിതത്തിൽ 9ാം ക്ലാസ് വരെ എത്തുന്നതിനകത്ത് എല്ലാത്തിനും 50 കിട്ടിയായിരുന്നോ? ഇല്ല. അപ്പൊ പരാജയം വന്നിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഫുള്ള് പഠിക്കാനല്ലേ? അല്ല, അങ്ങനെ ചോദിച്ചാ ആണല്ലോ. അപ്പൊ അത് കിട്ടിയില്ലല്ലോ. അപ്പൊ അച്ചടക്കമോ വിജയമോ സമയമോ എന്തോത്തിന്റെയോ കുറവ് വന്നിട്ടുണ്ട്. ലക്ഷ്യത്തിന്റെയോ സംശയമുണ്ടോ? ഇല്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്തോ നിങ്ങൾ മനസ്സിലായി. അപ്പൊ പരാജയത്തിൽ നിന്ന് പഠിക്കണം. പഠിച്ചോ? എന്ന് പറഞ്ഞുകൊണ്ട് പരാജയത്തെ ഭയമായിട്ട് കാണണോ? വേണ്ട. കാരണം പരാജയം വരാനുള്ള സാധ്യത ജീവിതത്തിൽ ഉണ്ട്. കൂടുതൽ എന്നല്ല, ഉണ്ട്. പക്ഷെ അതിൽ നിന്ന് പഠിക്കണം. മനസ്സിലാവുന്നോ? പക്ഷെ പരാജയത്തെ, തോൽവിയെ ഭയപ്പെടുകയും ചെയ്യരുത്. തോറ്റ് ഇനി എന്നെ കൊണ്ടൊക്കത്തില്ല എന്ന മനോഭാവം പാടില്ല. ഐഡിയ കിട്ടിയോ? പക്ഷെ ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്നറിയാമോ? സ്ഥിരമായി പ്രയത്നിക്കണം. എന്താണ്? അപ്പൊ ഞാൻ പറയുക, സ്ഥിരതയാണ് പ്രതിഭയേക്കാൾ വലുത്. എന്താ? സ്ഥിരതയാണ് പ്രതിഭയേക്കാൾ വലുത്. വേറെ ആള് പറയും ഭയങ്കര കഴിവുള്ളവനാണ്. അതൊന്നുമില്ല. അതുകൊണ്ടാണ് ബ്രൂസിലി പറഞ്ഞത്, ഞാൻ ഒരു കിക്ക് ഒരേപോലെ തന്നെ 1000 വട്ടം അടിക്കും. മനസ്സിലാവുന്നു? നിത്യ അഭ്യാസി ആനയെ എടുക്കും. സംശയമുണ്ടോ? അപ്പൊ ആ പോയിന്റ് കിട്ടിയോ? സ്ഥിരതയുള്ളവനാണ് നമ്മൾ ഈ പറയുന്ന മിടുക്കനേക്കാൾ വലിയവൻ. പ്രതിഭയേക്കാൾ വലുത് ആരാണ്? സ്ഥിരതയുള്ളവൻ. കാരണം അവൻ നാളെ അവനെ അടിച്ചിട്ടിട്ട് കയറി പോകും. ഐഡിയ കിട്ടിയോ? നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം. അതിനെന്താന്ന് വെച്ചാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ നെഗറ്റീവ് പീപ്പിൾ, ഈ നെഗറ്റീവ് പറയുന്ന, ഈ ഫേസ്ബുക്കിൽ വന്നാലും നെഗറ്റീവ് പറയുന്നുണ്ടോ, അവനെ അപ്പോഴേ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കണം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് കേൾക്കരുതെന്നല്ല, വിമർശനമാവാം. വിമർശനം എപ്പോഴും കരുത്താക്കി മാറ്റിക്കോണം. ഐഡിയ കിട്ടിയോ? പക്ഷെ നെഗറ്റീവ് വേറെയാ, വിമർശനമല്ല. നെഗറ്റീവ് എപ്പോഴും മറ്റുള്ളവരുടെ മനസ്സിലെ കുശുമ്പ് കൊണ്ടുവരുന്നതാണ്. മനസ്സിലാവുന്നോ? അപ്പൊ നീ നന്നാവണമെന്ന് നിന്റെ കൂടെ ഉള്ള ഒരു സുഹൃത്തിന് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നീ അവനെ പിന്നെ നന്നാക്കാൻ പോണ്ട, അവനെ കളയുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നോ? ഇപ്പൊ നമ്മൾ തന്നെ, ഞാൻ ഇഷ്ടം പോലെ വട്ടം നീ മോളോട് പറയും, മോളെ ഇങ്ങനെ ആവണോ എന്ന് പറയും. നടന്നില്ല, ഞാൻ എന്തോ ചെയ്യും? പതുക്കെ അങ്ങ് മാറ്റും. ഐഡിയ കിട്ടിയോ? പിന്നെ അത് പറയണോ പറയണ്ട എന്നുള്ളത് അവിടുത്തെ ഒരു പ്രശ്നമല്ല. അപ്പൊ നെഗറ്റീവ് ആളുകളെ നമ്മളിൽ നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റണം. കാരണം എന്താ, അവർ നിങ്ങളുടെ തടസ്സമാണ്. മനസ്സിലാവുന്നോ? മനസ്സിലായി. വിജയിച്ചവരെ മനസ്സിലാവുന്നോ? വിജയിച്ചവരെ എന്തോ എന്നറിയാമോ? വിജയിച്ചവരുടെ ജീവിതമാണ് ഹിസ്റ്ററി. മനസ്സിലായോ? അപ്പം വിജയിച്ചവരെ പറ്റി പഠിക്കണം. അവരെങ്ങനെ വിജയിച്ചെന്ന് പഠിക്കണം. തോറ്റവരെ നമ്മൾ കളയല്ല, അതിൽ നിന്നും പഠിക്കേണ്ടത് പഠിക്കണം. മനസ്സിലാവുന്നു? ഒരു സാധനവും കഷ്ടപ്പെടാതെ വരത്തില്ല. മനസ്സിലായോ? ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ, ഒരു പെർസിസ്റ്റൻസ് ഇല്ലാതെ, ഒരു ഡിറ്റർമിനേഷൻ ഇല്ലാതെ, ഇതൊന്നും ഇല്ലാതെ ഈ സാധനം ഇങ്ങോട്ട് വരത്തില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാവുന്നു? വിജയിച്ചവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ പഠിക്കണം, ജീവിതം വായിക്കണം. മനസ്സിലായോ? നല്ല പിന്നെ പറയാൻ പപ്പയ്ക്ക് പറയണേ, നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ കഴിവുണ്ടാവണം. നിങ്ങളൊരു ആശയം കേട്ട, അതുകൊണ്ടാണ് പപ്പ പറയുന്നത്, അന്ന് പഠിച്ചത് അന്ന് വൈകിട്ട് പറയണം.
പക്ഷെ നേഹ അതിനകത്ത് പരാജയപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നേഹനി, നിങ്ങൾ പെർഫെക്ഷന് പിന്നാലെ പോവും. ദയവായി കാല് പിടിച്ച് പറയുന്നു, പെർഫെക്ഷൻ്റെ പിന്നാലെ പോകരുത്. പെർഫെക്ഷൻ വന്നോളും. ഓരോ ദിവസം നിങ്ങൾ വീഡിയോ ഇടുമ്പോൾ ഓരോ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കും. മനസ്സിലാവുന്നോ? ഓക്കെ. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടാൻ, മനസ്സിലാവുന്നോ? നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലായി എന്നെടുത്ത് പറയണ്ട. ഞാൻ മനസ്സിലായോ എന്ന് പറയുന്നത്, നിങ്ങളുടെ വായിൽ പഴം ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് രണ്ടാമത് ചോദിക്കത്തില്ല. റെസ്പോണ്ട് ചെയ്യുന്ന അതൊന്നും ഏറ്റെടുക്കത്തില്ല. ഐഡിയ മനസ്സിലായോ? കൊട്ടാരക്കര വ്ളോഗ് കണ്ടോ? രാവിലെ 7 മണിക്ക് കൊട്ടാരക്കര വ്ളോഗ് എഴുന്നേറ്റു. അപ്പോൾ എന്തായത്, നമുക്കെന്താണ്? കമ്മ്യൂണിക്കേഷൻ്റെ കഴിവ് മെച്ചപ്പെടുത്തണം. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നേഹ പറയുന്നതിനോട്ട് പെർഫെക്ഷൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ല, സമയം പോവും. നിങ്ങൾ കൃത്യമായി പറഞ്ഞോളുക, പെർഫെക്ഷൻ വരും. പ്രാക്ടീസ് വിൽ മേക്ക് യു വാട്ട്? പെർഫെക്ഷൻ. നിങ്ങൾ എക്സ്പീരിയൻസ് നിങ്ങളെ കൊണ്ട് പെർഫെക്റ്റ് ആക്കും. മനസ്സിലാവുന്ന മോനെ? അപ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കണം. എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായാലേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഐഡിയ കിട്ടിയോ? കിട്ടി. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റാ. നീ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാ നിനക്കത് ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ 100% ജയിക്കും. ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. അവർക്ക് പഴിക്കാൻ മാത്രമേ പറ്റൂ. അവൻ അന്നേരം അവൻ്റെ കണ്ണ് ഉള്ളിലേക്ക് നോക്കാതെ ആത്മവിശ്വാസമുള്ളവൻ നിന്നിലേക്ക് നോക്കും. കമ്പാരിഷൻ ചെയ്യത്തില്ല. കമ്പയർ ചെയ്യേണ്ട ആരോടാ? ഇന്നലത്തെ നേഹയും ഇന്നത്തെ നേഹയും കൂടെ കമ്പയർ ചെയ്യാവൂ. വാട്ട് വാസ് യെസ്റ്റർഡേ, വാട്ട് ഈസ് ടുഡേ. ഞാൻ ഇന്നത്തേതിൽ നിന്ന് എന്ത് വ്യത്യസ്തപ്പെട്ടു, ഇന്നലത്തേതിൽ നിന്ന് ഞാൻ എത്ര മാറി. യു ക്യാൻ കമ്പയർ ദാറ്റ് ബിക്കോസ് യു കമ്പയർ യു വിത്ത് യുവർ സെൽഫ്. നിങ്ങൾ കമ്പയർ ചെയ്യുന്ന അപ്പുറത്തെ ഒരാളോട് ചെയ്തിട്ട് കാര്യമില്ല. സച്ചിൻ തെണ്ടുൽക്കറുമായി കമ്പയർ ചെയ്തിട്ട് അയാളുടെ അടുത്ത് പോയി ബാറ്റും എടുത്ത് വീശാൻ നിന്ന നടക്കൂ? ദർ ഇസ് എ പ്രാക്ടീസ്. ദർ വാസ് എ പ്രാക്ടീസ്. അയാൾ ആ പ്രാക്ടീസ് കൊണ്ട് നേടിയെടുത്താ. നീ പ്രാക്ടീസ് ചെയ്തു, നീ പഠിച്ചു. മനസ്സിലാവുന്നോ? സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ ആത്മവിശ്വാസം കൂട്ടണം. പിന്നെ പപ്പ എന്ത് പറഞ്ഞേ? കമ്പയർ ചെയ്യരുത്. കമ്പയർ ചെയ്യുന്ന ആരുമായിട്ട് കമ്പയർ ചെയ്യണം? മനസ്സിലാവുന്നോ? പക്ഷെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതിനിടയ്ക്ക് പറയണം. ആരോഗ്യം. എന്ത് ചെയ്യണം? ആരോഗ്യം. നമ്മുടെ ആരോഗ്യം കൃത്യമായി പാലിച്ചിരിക്കണം. ആരോഗ്യം, ഈ ശരീരം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ആവാൻ പറ്റത്തില്ല. ഇല്ല. അപ്പോൾ ഈ ശരീരത്തെ നിയന്ത്രിച്ചോണം. മനസ്സിലാവുന്നോ? അപ്പോൾ ഈ വരുന്ന സ്ഥലത്താണ് നമ്മൾ ആ ശരീരം വന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു പോയിന്റ് പറഞ്ഞത്. അച്ചടക്കം വേണം, സാമ്പത്തിക അച്ചടക്കം വേണം. എന്താണ്? ഒരു അപ്പോൾ എത്ര നിങ്ങൾ അറിവ് വർദ്ധിക്കും തോറും നിങ്ങളുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാവുന്നോ? ആ സമ്പത്ത് വർദ്ധിക്കുന്ന നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? നിങ്ങളുടെ സമ്പാദ്യങ്ങൾ അത് അല്ലാതെ ഉള്ള പണം ചെലവാക്കാൻ വേണ്ടി നടക്കുകയല്ല. നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് ദൈനംദിനം നിങ്ങളുടെ ലക്ഷ്യത്തിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സാമ്പത്തിക അച്ചടക്കം, ഇന്നെൻ്റെ പൈസ കൂടുതലുണ്ട്, പോയി ഇച്ചിരി കൂടുതൽ തണ്ണി അടിക്കാം എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കും പോകരുത്. മനസ്സിലാവുന്നോ? മനസ്സിലായി. പിന്നെ ഇന്ന് മഴയല്ലായിരുന്നോ? നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ മഴയാന്ന് പറഞ്ഞാൽ നടക്കൂ? ഇല്ല. കാരണം എന്താ? ഇതാണ്ട വെയിൽ വന്നു കഴിഞ്ഞു. നമ്മൾ എന്തോ പറയണം, മാറ്റത്തെ സ്വീകരിക്കാൻ തയ്യാറാകണം. എന്ത് വേണം? റെഡി ടു അക്സെപ്റ്റ് ദ ചേഞ്ചസ്. ഇത് പറക്കരുത്, മറക്കരുത്. എന്ത് ചെയ്യണം? ദാറ്റ്സ് മീൻസ് നൗ എ ഡേയ്സ് എന്തുണ്ടായി? ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ഉണ്ടായി. സോ യു യൂസ് ടെക്നോളജി ഇൻ വേർ എവർ യു ഗോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും നീ പോകുന്നിടത്തും ഇരിക്കുന്നിടത്തും നടക്കുന്നിടത്തും എവിടെയൊക്കെ നിനക്ക് ടെക്നോളജി യൂസ് ചെയ്യാമോ അവിടെ എല്ലാം ടെക്നോളജി യൂസ് ചെയ്തോണം. ടെക്നോളജിയെ വെല്ലുവിളിക്കരുത്. അതാണ് ഈ ട്രഡീഷണൽ ബിസിനസ്സുകളെല്ലാം താഴെ പോകാൻ കാരണം. ഞങ്ങളെ കൊണ്ടൊക്കത്തില്ല, ഞങ്ങൾ ചെയ്യത്തില്ല. മനസ്സിലാവുന്നോ? ഞങ്ങൾ അങ്ങനെയുള്ളവരല്ല. ഞങ്ങൾ കുടുംബസ്ഥരാണ്. ഞങ്ങൾ പണ്ടത്തെ ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെ പറഞ്ഞേക്കുന്നത്, അതേ ചെയ്യും. ഐഡിയ മനസ്സിലാവുന്നു? അതുകൊണ്ട് എന്ത് ചെയ്യണം? മാറ്റത്തെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. മനസ്സിലാവുന്നു? പ്രശ്നത്തെ ഓർത്ത് കരയുകയും ചെയ്യരുത്. അടുത്തെന്തോ? പ്രശ്നത്തെ ഓർത്ത് കരയരുത്. പിന്നെന്താണ്? പ്രശ്നങ്ങൾ വരുമല്ലോ, അന്നേരം എന്തോ ചെയ്തോണം? എന്തോ ഇനി ചെയ്യേണ്ട? പ്രശ്നം വരുമ്പോൾ അതിന് സൊല്യൂഷനെ പറ്റി മാത്രം ചിന്തിക്കുക. പ്രശ്നം വന്നോട്ടെ, വളരെ വലുത്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നോണ്ടല്ലേ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേ. നാളെ വല്ല ഇപ്പം ഈ ഡെലിവറി ആപ്പുകൾ വന്ന എന്തുകൊണ്ടാ? അതൊരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തിന്റെ കണ്ടെത്തലുകളാണ് ഇതിന് കാരണം. മനസ്സിലാവുന്നോ? എന്തുവന്ന പരിപാടി? അപ്പം പ്രശ്നങ്ങൾക്ക് എന്തോ ഉണ്ടാക്കണം? സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലേക്ക് മാറണം. ഓരോ ദിവസവും നിങ്ങളുടെ അടുത്തൊരു പോയിന്റ്സ് എന്താണെന്ന് അറിയാം. ഓരോ ദിവസവും നിങ്ങൾ നിങ്ങളുടെ എന്തോ ചെയ്യണം?
ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം? പറ. നിങ്ങളെ വിലയിരുത്തണം. മനസ്സിലാവുന്നു? ഓരോ ദിവസവും നമ്മുടെ ചേഞ്ചസിനെ നമ്മൾ വിലയിരുത്തണം. ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. മനസ്സിലാവുന്നോ? അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേഹമോളോടും നിയമങ്ങളോടും പറയുന്നത്, സുഹൃത്തുക്കളെ കൂട്ടണം. എന്താ? സുഹൃത്തുക്കളെ കൂട്ടണം. ഞങ്ങൾ കൊട്ടാരക്കര ബ്ലോഗ് പറയും, ഗുഡ് മോർണിംഗ്, താങ്കൾ മാത്രം ഡെയിലി സന്ദേശങ്ങൾ നൽകാതെ മക്കളെ കൊണ്ടും ചില കാര്യങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിച്ചാൽ നന്നായിരിക്കും, ഭാര്യയെ കൊണ്ടും. ഓക്കെ, വെരി ഗുഡ്. അവരോട് പറയാം. പക്ഷെ അവരെന്ത് ചെയ്യത്തില്ല. ഞാൻ ഉത്തരവാദിത്വപൂർവ്വം ഞാനാണ് അവരെ വിളിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് അവരത് ചെയ്ത് പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ ഓക്കെ, നീ പറഞ്ഞ അനുസരിച്ച് നാളെ ഇതിലൊരാൾ ചെയ്യുന്നതായിരിക്കും. മാത്യു എന്ന് പറയുന്ന ഒരാളൂടെ പറഞ്ഞിരിക്കുന്നു, കറക്റ്റാണ്. അപ്പം നാളെ എല്ലാവരും കണ്ടോണം. ഇതാണ് എൻ്റെ നിയമോൾ. നാളെ നിയമോൾ പറയും. ടോപ്പിക്സ് വേണമെന്നുണ്ടെങ്കിൽ കൊട്ടാരക്കര ബ്ലോഗ് പറയുക, എൻ്റെ നിയമോൾ ഏത് ടോപ്പിക്കാണ് പറയേണ്ടതെന്ന്. ഓക്കെ, നിയമോൾ നല്ല പ്രാസംഗികയാണ്. അപ്പം ടുമാറോ നിയമോൾ വിൽ ഹെഡ്. ഓക്കെ, അപ്പോൾ അടുത്ത നെറ്റ്വർക്ക് വളർത്തുക. മോനെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ, നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ വരാൻ തുടങ്ങും. പപ്പയുടെ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവ് സൈഡ് അവിടെയാണ്. മനസ്സിലാവുന്നു? പപ്പയ്ക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മാത്രമല്ല, ഞാൻ 32 വർഷമായിട്ട് ഞാൻ ക്യാമ്പസിൽ നിന്നപ്പോൾ എനിക്ക് ലഭിച്ച ബന്ധങ്ങളാണ്. മനസ്സിലായോ? ആ ബന്ധങ്ങളെന്ന് പറഞ്ഞാൽ അപാര ബന്ധങ്ങൾ. മനസ്സിലായോ? അത് ഏത് സാഹചര്യങ്ങളിൽ നമ്മളോടൊപ്പം നിൽക്കുന്നു. എന്തു മോനെ? അപ്പോൾ എന്തോ പപ്പ പറഞ്ഞേ? ബന്ധങ്ങൾ, നെറ്റ്വർക്ക് വളർത്തണം. അതിനകത്ത് സംശയം വരുത്തുമോ? ഉറപ്പായിട്ടും ചെയ്യും. നല്ല ബന്ധം വിജയത്തെ സഹായിക്കും. മനസ്സിലാവുന്നോ? അടുത്ത, നിങ്ങൾ വളരുക മാത്രമല്ല, ജീസസ് മാത്രം വളർന്നതാണോ? നിങ്ങൾ മറ്റുള്ളവരെ വളർത്തുന്നവരായി മാറുമ്പോൾ നിങ്ങൾക്ക് മൂല്യം വർദ്ധിക്കും. എന്തോ? മറ്റുള്ളവരെയും സഹായിക്കാൻ കഴിയണം. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, സ്കൂളിൽ ചെന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരോട് ഡിസ്കസ് ചെയ്യണം. മനസ്സിലായോ? എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചെയ്യണം. പരമാവധി നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഒരു കുട്ടിയായിട്ടിരുന്ന് അങ്ങ് പറയണം. മനസ്സിലായോ? എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് ഇടയിൽ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്താൽ അതിന് പഠിക്കുന്ന കൂട്ടുകാരുണ്ടായാലേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ ഒരു പഠിപ്പിസ്റ്റുകാരി കണ്ടെത്തണം. 10 വർഷം പഠിച്ച നിങ്ങളിപ്പോൾ അവിടെ ചെന്നിട്ട് 2-3 വർഷമായില്ലേ ആ സ്കൂളിൽ പോയിട്ട്. ആ 2 വർഷത്തിനകത്ത് നിങ്ങൾക്ക് കിട്ടിയ നല്ല സുഹൃത്താണ് ഇവളോട് പറഞ്ഞാൽ ഇവൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. മനസ്സിലായോ? ചില പെണ്ണുങ്ങളോട് പറയുമ്പം അല്ല പെൺകുട്ടികളോട് പറയുമ്പോൾ എന്ത് ചെയ്യും? വണ്ടി കയറി തട്ടി മുട്ടിയൊക്കെ പോകുന്ന കാര്യത്തെപ്പറ്റിയാണ് അത് ഡിസ്കസ് ചെയ്യുന്നവർ അത് പറയും. പുസ്തകത്തിൽ നോട്ട്ബുക്കിൻ്റെ ശൈലിയെപ്പറ്റി പറയുന്നതെന്ന് അവരത് പറയും. മനസ്സിലായോ? ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. ആ ശൈലിയുള്ളവരെ കണ്ടെത്തുന്നതാണ് മിടുക്ക് മറ്റുള്ളവർക്ക്. അപ്പം നിങ്ങൾ മറ്റുള്ളവർക്ക് മൂല്യം വർദ്ധിപ്പിക്കുന്നവരായി മാറിയ ദീർഘകാലം നിങ്ങൾക്ക് വളരാൻ കഴിയും. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട്? നിങ്ങൾക്ക് പിന്നെ അതിന് വിജയം ഒരു ദിവസം കൊണ്ട് വരുന്നൊരു സാധനമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ക്ഷമ. എന്തുണ്ടാവണം? സ്ഥിരോത്സാഹവും പെർസിവറൻസ്. ഈ സ്ഥിരോത്സാഹമില്ലാതെ നടക്കത്തില്ല. തളർന്നു പോകും. പീരീഡ്സ് വരുമ്പോൾ അല്ലെ മൂഡ് ചേഞ്ച് വരുമ്പോൾ അതൊക്കെ അന്നേരം ഓർത്തോണം. എനിക്ക് ജയിക്ക് അൾട്ടിമേറ്റ് കാണുന്ന ഒരുത്തൻ ഒരു ദിവസത്തെ പരാജയം ഒരു പ്രശ്നമല്ല. എന്താ അൾട്ടിമേറ്റ് കാണുന്ന ഒരുത്തൻ എന്തില്ല പ്രശ്നമല്ല. നിങ്ങൾ ആ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചോണം. തീരുമാനം എടുക്കാൻ പഠിക്കണം. അടുത്തെന്തോ അത് ഭയങ്കര സംഭവമാണ്. പപ്പ ഇപ്പം കൊട്ടാരക്കര രാവിലെ എനിക്ക് പപ്പയ്ക്ക് ഇപ്പോൾ അവിടെ നിൽക്കാൻ മുതൽ പപ്പയ്ക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണം. രാവിലെ നിങ്ങൾ നടക്കുന്നോ? കാല് വെട്ടി എങ്ങ് കളയുമെന്ന് വെച്ചോ, എന്നാലും നടക്കണം. കാല് വെട്ടിക്കളയും. അപ്പം അമ്മ പറയും ഭയങ്കര മടിയാ, പോകണ്ട, പഠിക്കടി. ആ ബന്ധം അമ്മയായിട്ടുള്ള ബന്ധം തീർന്നാലും എന്ത് ചെയ്യരുത്? നിർത്തരുത്, പൊയ്ക്കോണം. ആ രീതിയിലുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടോ? അങ്ങനെയുള്ളവരെ ജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് പലരും വീട് വിട്ടു പോകേണ്ടതൊക്കെ വന്നേ. മനസ്സിലാവുന്നു? നിങ്ങളുടെ തീരുമാനം കൃത്യമായിരിക്കണം. അതിനകത്ത് എന്ത് വലിയ നഷ്ടങ്ങൾ വരും. മനസ്സിലാവുന്നു? ഉടനെ ഒരു നെഗറ്റീവ് പറഞ്ഞോട്ടോ, നന്നാവാനായിരിക്കും പോകുന്നതെന്ന്. ആ ക്യാരക്ടർ നിങ്ങൾ ഫോം ചെയ്തിട്ടുണ്ടോന്ന് അമ്മയ്ക്ക് സംശയം ഉണ്ടായതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ചോദ്യം വന്നേ. അത് വരെ നിങ്ങൾക്ക് എവിടെയും പോകാന്നുള്ള അങ്ങനെ അത് നിങ്ങൾ വളർത്തിയെടുക്കണം. ഉടനെ അവളുടെ മുഖം മാറിയതാണ്. മനസ്സിലായോ? പോയിന്റ് കിട്ടിയോ? ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ രണ്ടുപേരോട് അമേരിക്കയിൽ പോയെന്ന് പറഞ്ഞാൽ ലണ്ടനിൽ പോയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താ? പറഞ്ഞിട്ട് പോയാൽ. കാരണം എന്താ? നിങ്ങൾക്ക് അതിന് കപ്പാസിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ഞാൻ അടിയുറച്ചൊരു വിശ്വാസം വരണം. ഇനി അടുത്ത സമയം വിശ്വാസം ഇല്ലാത്ത എനിക്ക് ഭയങ്കര വിശ്വാസം വേണ്ട. മനസ്സിലായോ? നമുക്ക് അടുത്തൊരു മിസ്റ്റേക്ക് എന്താ പറഞ്ഞാൽ ഒരു സംഭവം 1 മിനിറ്റ് മാനേജറിൽ പറയുന്നതിൻ്റെ കൂട്ട് 1% നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കണം എല്ലാ ദിവസവും. ഇന്നലത്തേതിനേക്കാൾ 1% വളരുക. ഐഡിയ കിട്ടിയോ? അത് നിങ്ങൾ തന്നെ ശോധന ചെയ്തേ പറ്റൂ. ഞാൻ മാറിയോ?
എന്നിൽ ചേഞ്ച് ഉണ്ടോ, ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നോ. നമ്മുടെ ലിയോണ മോളി ആ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ ലിയോണ കൂട്ടം കണ്ടോ, ഓരോ ദിവസവും 1% അല്ല 10% മാറും ഭയങ്കരമായിട്ട്. അവളിപ്പോൾ നമ്മളെല്ലാം വലിച്ചുകൊണ്ട് പോവാം. ആ കട വല്യപ്പൻ്റെ കട വരെ കൃത്യമായിട്ട് അവൾക്ക് പോകാനറിയാം. ഐഡിയ കിട്ടിയ നേഹ. അവസരം കാത്തിരിക്കരുത്. അടുത്ത പോയിന്റ് എന്തോ, ഓപ്പർച്യൂണിറ്റി നെവർ നോക്സ് ടോയ്സ് എന്ന് പറയാം. അവസരം കാത്തിരിക്കരുത്, അവസരം ഉണ്ടാക്കണം. എന്ത് ചെയ്യണം? അവസരം ഉണ്ടാക്കണം. ഇതുപോലെ രമേശ് ചെന്നിത്തല ഇതിലെ പോകുമ്പം കാണാം എന്നല്ല. രമേശ് ചെന്നിത്തല മോക്ക് നല്ലോണം. ഇപ്പൊ അമ്മയുടെ സ്കൂളിൽ തന്നെ കോളേജിൽ രമേശ് ചെന്നിത്തല വന്നു, അമ്മയെ കണ്ടോണ്ടേ കൈ കൊടുത്തില്ലേ? കാരണം എന്തോ ആ ഒരു സാഹചര്യത്തിൽ എവളെന്തോ ചെയ്യും, അവളുടെ സ്വഭാവം അനുസരിച്ചാണ് അവളെ റൂമിനകത്തിരുന്നേനെ. ഞാൻ പറഞ്ഞ് ഇറങ്ങി പോകത്തില്ല. ഞാൻ പറഞ്ഞ അടുത്ത് പോയി ചേട്ടൻ്റെ അടുത്തോട്ടൊന്ന് നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വന്നുടനെ നീ ഇവിടെ ആണോ എന്ന് ചോദിച്ചോണ്ട് ഇവിടെ ചെന്നില്ലേ, ഐഡിയ കിട്ടിയ. അപ്പം അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞായിരുന്നു ആൻ ജൂലി തോമസ്, അതായത് നമ്മുടെ കളക്ടർ വരുമ്പോൾ ഫോട്ടോ എടുത്തായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ പോയി ചെന്ന് നിൽക്കണം, മനസ്സിലായോ? എന്നിട്ട് നമുക്ക് എന്ത് ഉണ്ടാവണം? ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണം. അപ്പൊ ചോദിക്കും, ആൾക്കാർ എന്നെ പറ്റി മോശം പറയും, കമന്റ് ഇടും. ഞാൻ ഈ രേണു സ്തുതിയെ പറ്റി മോശമായി കമന്റ് ഇട്ടു ആണോ, നമ്മുടെ അഖിലിനെ പറ്റി മോശമായി കമന്റ് ഇട്ടു. പിന്നെ വേറെ ഉണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ ആറാട്ടണ്ണനെ പറ്റി കമന്റ് ഇട്ടു മോശമായി. അലൻ പെരേര കണ്ടോ, എന്റെ മോള് പോലും പറയുന്ന അലൻ പെരേരയാണ്. ഇവിടുത്തെ പ്രധാനമന്ത്രിയാണോ അവൻ? ഇവിടുത്തെ പൊട്ടനാവൻ. ഐഡിയ കിട്ടിയോ? അപ്പം അവരാരെങ്കിലും അവരെ മോശമായിട്ട് പറഞ്ഞത് മൈൻഡ് ചെയ്തോ? വിമർശനത്തെ ഇന്ധനമാക്കി മാറ്റണം. എന്ത് ചെയ്യണം? കൊള്ളാം 2 വരട്ടെ, 2 കമന്റോടെ വരട്ടെ, 3 കമന്റ് വരട്ടെ, 4 കമന്റ് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ട് നിന്ന് നമ്മളെപ്പോഴും ഈ കമന്റുകൾ നോക്കി നിൽക്കരുത്. കമന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? നമുക്ക് ഇന്ധനമായിരിക്കണം. നമുക്ക് വളരാനുള്ള ഏറ്റവും വലിയ പവറാണ് ഈ കമന്റ്, മോശപ്പെട്ട കമന്റുകൾ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായ? നിങ്ങൾക്ക് പിന്നെ താരതമ്യം ചെയ്യരുതെന്ന് ഞാൻ ഏറ്റവും പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനിയെന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്ന വാക്ക് എനിക്ക് കൃത്യമായിട്ട് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. ബൈബിളിൽ പറയുന്ന ഒരു വാക്ക് ഞാൻ പറയാം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. എന്തോ മനസ്സിലായ? അതായത് പ്രവൃത്തിയില്ലാത്ത അറിവ് 0യാണ്. നിനക്കൊരു കാര്യത്തെപ്പറ്റി വലിയ അറിവാ, പക്ഷെ നീ അത് ചെയ്യുന്നില്ലല്ലോ. മനസ്സിലായോ മോനെ? ഇത് പഠിക്കണം, അങ്ങനെ നേടണം. അത് ഹവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെയാണ്, ലീഡ്സ് യൂണിവേഴ്സിറ്റി ഇങ്ങനെയാണ്. നേയോട് ഇപ്പൊ ചോദിച്ചാൽ ഓർഡർ വെച്ച് പറയും. ലീഡ്സ് അല്ല ഓക്സ്ഫോർഡ്, ലീഡ്സ്, കേംബ്രിഡ്ജ്, ഇങ്ങനെ കൃത്യമായി പറഞ്ഞോടെ MIT ആയാലും ഇങ്ങനെ പറഞ്ഞു പോകാൻ അറിയാം. അത് പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തി കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പോൾ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞങ്ങളങ്ങ് നിർത്താം. വിജയം എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഗോളല്ല. വിജയം എങ്ങനെയുള്ളതാണ്? വിജയം തുടർച്ചയായതാണ്. ഇന്നത്തെ വിജയം അല്ല നാളത്തെ വിജയം. മനസ്സിലാവുന്നോ? അപ്പൊ നിങ്ങൾ ഇന്നങ്ങ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാവുന്നോ? അമ്മ എന്നോട് ചോദിക്കും, നിങ്ങളത് എന്തോ ചെയ്തു, നീ എന്തോ ഉണ്ടാക്കി എന്ന് വേണമെന്നുണ്ടെങ്കിൽ അമ്മ എപ്പോഴൊക്കെ ചോദിക്കുന്ന കേട്ടോ. പക്ഷെ പപ്പ എന്ത് ചെയ്യുന്നതാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 3 ഡിഗ്രി ഞാൻ എടുത്തില്ലേ? എൻ്റെ അറിവ് ഞാൻ ദിവസവും മാറ്റിയില്ലേ? എനിക്ക് കട്ട് ചെയ്യേണ്ടവരെ ഞാൻ കട്ട് ചെയ്തില്ലേ? ആവശ്യമില്ല എന്ന് തോന്നിയവരോട് മാറ്റി നിർത്തിയില്ലേ? കൃത്യമായി ചെയ്യണം. ഗോൾ കൃത്യമായി കാണുന്നില്ലേ? അല്ല, ഞാൻ എന്നോട് പലരും ചോദിക്കും, എന്താ നിങ്ങൾ പ്രൈവറ്റ് സെക്രട്ടറി ആവാത്തത്? ഞാൻ നോക്കുമ്പോടാ നമ്മൾ എവിടെ ചിന്തിക്കുന്നു അവർ എവിടെ ചിന്തിക്കുന്നു. മനസ്സിലായോ? അതെന്താണ് നമ്മളെ ഇത് ചെയ്യാത്തത്? സക്സസ് വരുന്നതിന് ലേറ്റാവും. നമ്മുടെ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ മാറുകയേ ചെയ്യരുത്. മനസ്സിലായോ? സ്വപ്നവും ഇതുമായി താരതമ്യപ്പെടുത്തിയേ വേണ്ട. മനസ്സിലാവുന്നോ? നിന്റെ സ്വപ്നം നിന്റെ മരണത്തിന്റെ തലേദിവസമായിരിക്കും. മതി. ജീസസ് ക്രൈസ്റ്റ് മരിച്ചതിന് ശേഷമാണ് ഉയർത്തെഴുന്നേറ്റ് എന്നോ? അയാളെ കണ്ടെത്തിയത് പോലും മരണത്തിന് ശേഷമാണ്. നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട? ഓരോ ജനവും എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ നിങ്ങളുടെ ജയം ഇന്ന് കണ്ടില്ല എന്ന് പറഞ്ഞ് വേദനിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ചെയ്യാൻ ഇന്ന് തീരുമാനിച്ചാൽ ചെയ്താൽ മതി. നാളെ അതിൽ നിന്ന് എത്ര ബെറ്ററായിട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ മതി. അങ്ങനെ വരുമ്പം ഒരു കാര്യമാണ് നിങ്ങൾ ആലോചിച്ചോണം. നിങ്ങൾ ഈ ഗോൾ കൃത്യമായി കാണണം. ഒരു ഇവളുണ്ടോ? ഇവളൊരു അഴുക്കാട്ടോ, പെൺപട്ടിയെ നോക്കാൻ ചുമ്മാതെ. മനസ്സിലായോ? ഇവളെ മൊത്തം ശ്രദ്ധയും തെറ്റിച്ച്. അപ്പം എന്താ, ഈ ഡയറക്ഷൻ കൃത്യമായിരിക്കണം. നിങ്ങൾ എവിടെയാ പോകുന്നത്? ഇപ്പം നമ്മൾ എന്താ പതുക്കെ നടക്കുന്നത്? ഈ അപ്പച്ചൻ്റെ കടയിലാണ് നമ്മൾ വരുന്നതെന്ന് നമുക്കറിയാം. മനസ്സിലാവുന്നോ? അപ്പൊ ഇതുപോലെ ലക്ഷ്യത്തിൽ നിന്ന് മാറരുത്. ലക്ഷ്യം ക്ലിയർ ആയിരിക്കണം, കൃത്യമായിരിക്കണം. മനസ്സിലായോ? അങ്ങനെ ആണെങ്കിൽ പരാജയപ്പെടത്തില്ല. ഓക്കെ, പറഞ്ഞു. ഒരു സിമ്പിൾ കാര്യം ചോദിക്കും, സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വലിയ കാര്യങ്ങളേ ഇല്ല. ചേട്ടാ, നിങ്ങൾ ആർക്കെങ്കിലും ഇതങ്ങനെ വേണോ? ഹോർലിക്സോ ഇതോ വേണോ? അപ്പോൾ സെൽഫ്, അതെ. എന്തോ ഉണ്ട്
എത്ര നാളായി കണ്ടിട്ട്? ആ അതെ, ഞങ്ങള് നല്ല മഴയുണ്ടായതുകൊണ്ട് വേറൊരു വഴിയാ പൊയ്ക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ചായ കുടിച്ചോ? ആ ചായ കുടിക്കും. അപ്പൊ തന്നെ ഇരുത്തടാ, അവിടെ ഇരി. ഇല്ല അവരവിടെ ഇരുന്നോളൂ. ഓക്കെ. അപ്പോഴേ വേറെ എന്തോ ആത്മവിശ്വാസം എങ്ങനെ കൂട്ടാന്ന്. അവിടെ ഇരി, അപ്പുറത്തിരി. നേമോളെ അവിടെ ഇരി കേട്ടോ. ആത്മവിശ്വാസം എങ്ങനെ കൂട്ടാം, ആ ഒരു ചോദ്യത്തിന് ഏതാണ്ടേ സ്വയം നമ്മിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നു ആത്മവിശ്വാസം കൂട്ടാനുള്ള ഏറ്റവും ഒരു വഴി. അതുകൊണ്ട് ഈ പട്ടിക്കുട്ടി അവിടെ കിടക്കും, അവരെ കടിക്കില്ല എന്നുള്ളത് നമ്മുടെ ഒരു വിശ്വാസമല്ലേ? എന്തുകൊണ്ടാണ് അത് വരുന്നത്? എക്സ്പീരിയൻസാണ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ എപ്പോഴും കൂട്ടുന്ന ആരായിരിക്കും? നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസ്. സിംഹത്തെ നാട്ടുകാർക്ക് മൊത്തം ഭയമാണ്. ചിലപ്പോൾ പരിശീലകന് ഭയമുണ്ടോ? അവൻ്റെ ആത്മവിശ്വാസം അതെന്നെ കടിക്കത്തില്ല. അവന് എക്സ്പീരിയൻസ് ഉണ്ട്. കറേജ് വർക്കൗട്ട് ചെയ്യുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. നിങ്ങളൊരു കാര്യം ചെയ്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ പണത്തിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയാൽ നിങ്ങളുടെ അറിവിനെ നിങ്ങൾ എന്താക്കി മാറ്റുന്നു? നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അറിവിനെ നിങ്ങൾ പ്രവൃത്തിയാക്കി മാറ്റിയാൽ യു വിൽ ഗെറ്റ് ദ റിവാർഡ്. ഐഡിയ കിട്ടിയോ? പക്ഷെ പൊറോട്ട ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞാൽ പോലെ, പൊറോട്ട ഉണ്ടാക്കുന്നത് അറിയാൻ അത് ചെയ്യുമ്പോഴാണ് പൊറോട്ടയാവുന്നത്. മനസ്സിലായോ? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആത്മവിശ്വാസം എപ്പോഴും നമ്മുടെ കറേജ്, നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ ആക്ഷൻസ് ഇതിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ആ വിശ്വാസം വരുന്നതിന് കാരണം എന്താ? ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പിന്നെന്തിനാണ് ഞാൻ ഭയപ്പെടുന്നു? ഞാൻ പഠിച്ചിട്ടുണ്ട്, പിന്നെന്തിനാണ് ഞാൻ ഭയപ്പെടുന്നു? പരീക്ഷ എഴുതാൻ. ഐഡിയ കിട്ടിയോ നേഹ? ഇനി എനി ക്വസ്റ്റ്യൻസ്? നോക്കുന്നുണ്ടോ? കുഞ്ഞിനുണ്ടോ? ഇല്ല. നിനക്കുണ്ടോ? ഇല്ല. ലിയോണയ്ക്കുണ്ടോ? ലിയോണ മോളെ എനി ക്വസ്റ്റ്യൻസ്? നോ. താങ്ക് യു.